രാജീവ് ചന്ദ്രശേഖരൻ്റെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് പുറത്തായിരിക്കുമോ അകത്തായിരിക്കുമോ? ശത്രുക്കൾ പുറത്തില്ല, അകത്താണ്. കാരണം ഈ സീറ്റ് മോഹിച്ച് ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. ശോഭാ സുരേന്ദ്രൻ, കെ സുരേന്ദ്രൻ, MT രമേശ്, ഇത്തരം ആളുകൾക്കാണോ ശരിക്കും ഒരു വിയോജിപ്പ്? സ്വാഭാവികമായിട്ടൊരു നിരാശയില്ലേ? ശോഭാ സുരേന്ദ്രനോട് ചെന്നില്ലെന്നാണ് ഞാൻ കേട്ടത്. ബാക്കി എല്ലാവരും ചെന്നിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഈ ചടങ്ങിലൊന്നും ചാർജ് എടുക്കുന്ന സമയത്ത് കണ്ടില്ല, ഫോട്ടോയിലൊന്നും കണ്ടില്ല. അപ്പോൾ വണ്ടി വരാമെന്ന് ആവശ്യമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളെ കൊണ്ട് പറയിപ്പിക്കാൻ നോക്കേണ്ടത് പ്രത്യേകിച്ച് ശോഭ പ്രതീക്ഷിച്ച ഒരാളാണ്, പിന്നെ ഒരു കോൺട്രവേഴ്സി ഫിഗറാണ്. അപ്പോൾ ഇപ്പോഴെങ്ങനെ ഒരു കോൺട്രവേഴ്സി ഇല്ലാതിരിക്കുന്നതിന് നേരത്തെ തന്നെ ശോഭ അവിടെ എത്തേണ്ടവരാണ്. ഇത് മറ്റുള്ള ആളുകളെല്ലാം വളരെ നേരത്തെ കൂട്ടി അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആളെ കൊണ്ട് പറയിപ്പിക്കാതെ നോക്കണ്ടേ? അതല്ലേ ഒരു രാഷ്ട്രീയത്തിൽ ഇവരെല്ലാം മനസ്സെങ്ങനെയാണെങ്കിലും ആളെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ നോക്കേണ്ടത് അവരവരുടെ കടമയാണ്.